നമ്മൾ എൽ സി എം എന്താണ്? എൽ സി എം എന്ന് പറയുന്നത് ഈസ് യൂസ്ഡ് വെൻ വി വാണ്ട് ടു ഫൈൻഡ് ദ സ്മോളസ്റ്റ് കോമൺ വാല്യൂ. അതായത് നമുക്ക് രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും. ആ രണ്ട് നമ്പേഴ്സിൻ്റെ എൽ സി എം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിലും രണ്ട് നമ്പേഴ്സിൽ വരുന്ന കോമൺ മൾട്ടിപ്പിൾസിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ എൽ സി എം എന്ന് പറയുന്നത്. ഇനി ഈ എൽ സി എം എങ്ങനെയാണ് റിയൽ ലൈഫിൽ നോക്കുക, റിയൽ ലൈഫ് ഈവൻറ്റ്സിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുക എന്നുള്ളത് വെച്ചാൽ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതെപ്പോഴാണ് കണ്ടുപിടിക്കുക? ഈവൻറ്റ്സ് റിപ്പീറ്റ് ആകുമ്പോൾ. അതായത് ഇറ്റ് ഹെൽപ്പ് us to find when things happen together again or a common point of occurrence. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 bells ring every 6 minutes and 8 minutes. When will they ring together? അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ബെല്ല് എല്ലാ 6 മിനിറ്റിനോടും അടിച്ചുകൊണ്ടിരിക്കും, മറ്റൊരു ബെല്ല് എല്ലാ 8 മിനിറ്റിലും അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് ഈ രണ്ട് ബെല്ലും ഒരുമിച്ച് അടിക്കുക? വെൻ വിൽ ദേ റിങ് ടുഗദർ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ എൽ സി എം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏതിൻ്റെ? 6ൻ്റെയും 8ൻ്റെയും എൽ സി എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഓരോ പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിനും ഇവർ ഈ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കോമൺ പോയിൻറ്റിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആദ്യം എപ്പോഴാണോ അടിക്കുന്നത് അതാണ് നമ്മൾ എന്ത് പറയുക? എൽ സി എം. അതായിരിക്കും നമ്മുടെ ആ രണ്ട് ബെല്ലും ഒരുമിച്ച് റിങ് ചെയ്യണു എന്ന് പറയുന്ന ആ സമയം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എല്ലാ 6 മിനിറ്റും എല്ലാ 8 മിനിറ്റും എന്നാണ്. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 എല്ലാ 6 മിനിറ്റിലും വരും, പിന്നെ 12 മിനിറ്റിൽ അടിക്കും, 18 മിനിറ്റിലടിക്കും, 24 മിനിറ്റ് അടിക്കും, അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 8 നമ്മൾ എഴുതും. അപ്പോൾ എല്ലാ 8 മിനിറ്റ് അടിക്കുമ്പോൾ ആദ്യം 8 മിനിറ്റ് അടിക്കും, പിന്നെ 16ാമത്തെ മിനിറ്റ് അടിക്കും, പിന്നെ 24ാമത്തെ മിനിറ്റ് അടിക്കും, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ കോമൺ ആയിട്ട് അവരെപ്പോഴാണ് രണ്ട് ബെല്ലും എല്ലാം അടിക്കണത്? 24 മിനിറ്റിലടിക്കേണ്ടത്, 48 മിനിറ്റിലടിക്കേണ്ടത്, പിന്നെ ആ ഇൻ്റർവെൽസ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കോമൺ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പ്രകാരം 24. അതായത് ആ രണ്ട് ബെല്ലും അടിക്കുന്നത് എല്ലാ 24 മിനിറ്റായിരിക്കും. ആദ്യം 24 മിനിറ്റ് അടിച്ചു, പിന്നെ അതെപ്പോഴടിക്കുക? 24 + 24, അപ്പോൾ 48. അതാണ് നമ്മുടെ കോമൺ മൾട്ടിപ്പിളിലെ അടുത്ത ഒരു നമ്പറായി 48 വരുന്നത്. അപ്പോൾ ഒരു ബെല്ല് എല്ലാ 6 മിനിറ്റിലടിച്ചാലും മറ്റൊരു ബെല്ല് എല്ലാ 8 മിനിറ്റ് അടിച്ചാലും അത് കോമൺ ആയിട്ട് രണ്ട് ബെല്ല് എപ്പോഴടിക്കുക? എല്ലാ 24 മിനിറ്റ് കൂടുമ്പോഴും ആ ബെല്ല് അടിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ എന്തിനാണ് എൽ സി എം ഉപയോഗിച്ച് രണ്ട് ഈവൻറ്റ്സ് ടുഗെദർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? എൽ സി എം ഉപയോഗിക്കുക. രണ്ട് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഏറ്റവും രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും, അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾസിൻ്റെ ചെറിയ ഒരു വാല്യൂ എടുത്തിട്ടാണ് ചെറിയ വാല്യൂ ആണ് നമ്മൾ എൽ സി എം ആയിട്ട് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനിൽ വരുമ്പോൾ എൽ സി എം എന്ന് പറയുന്നത് ഇറ്റ് ടെൽസ് us the first time 2 events happen together again. രണ്ട് ഈവൻറ്റും ആദ്യത്തെ പ്രാവശ്യം സംഭവിക്കുമ്പോഴുള്ള ആ കോമൺ മീറ്റിംഗ് പോയിൻറ്റ് നമ്മൾ എൽ സി എം കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത് വി ആർ ഫൈൻഡിങ് ദ ഫസ്റ്റ് കോമൺ മീറ്റിംഗ് പോയിൻറ്റ്. ഇവിടെ 24 അവർ മീറ്റ് ചെയ്യുന്നുണ്ട്, 48 അടിക്കുന്നുണ്ട്, പിന്നെയും കുറേ നമ്പേഴ്സിൽ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആദ്യം എപ്പോഴാണ് അടിക്കുന്നത് എന്നതിനെയാണ് നമ്മളിവിടെ എൽ സി എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല. എൽ സി എം എന്ന് പറയുന്നത് എന്താണ്? ഏർലിയസ്റ്റ് കോമൺ ടൈം ഓഫ് റിപ്പിറ്റിഷൻ. 24 മിനിറ്റിൽ അതടിക്കും, രണ്ടുപേരും ഒരുമിച്ച് അടിക്കും, 48 മിനിറ്റിൽ ഒരുമിച്ച് അടിക്കും, പിന്നെയും ഓരോരോ 24 മിനിറ്റ് കൂടുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഫസ്റ്റ് എപ്പോഴാണ് അടിക്കുക എന്ന് വെച്ചാൽ അതിനെയാണ് ഏർലിയസ്റ്റ് കോമൺ ടൈം ഓഫ് റിപ്പിറ്റീഷൻ വേണ്ടതുകൊണ്ടാണ് നമ്മളിവിടെ എൽ സി എം എന്ന് ഉപയോഗിക്കുന്നത്. എൽ സി എം ആയിട്ട് കണ്ടുപിടിക്കുന്നത് രണ്ട് ഈവൻറ്റ്സ് ആണ് 6ഉം 8ഉം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൽ സി എം ഓഫ് 6, 8 എന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, രണ്ട് ട്രാഫിക് ലൈറ്റ്സ് എപ്പോഴും എല്ലാ 9 സെക്കൻഡ്സിനും 12 സെക്കൻഡ്സിനും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും ആദ്യം എപ്പോഴാണ് ഒരുമിച്ച് ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് 2 ട്രാഫിക് ലൈറ്റ്സ് ബ്ലിങ്ക് എവറി 9 സെക്കൻഡ്സ് ആൻഡ് 12 സെക്കൻഡ്സ് ആൻഡ് വെൻ വിൽ ദേ ബ്ലിങ്ക് ടുഗെദർ.
അപ്പോൾ അവർ രണ്ടുപേരും ബ്ലിങ്ക് ചെയ്യേണ്ട ഫസ്റ്റ് കോമൺ മീറ്റിംഗ് പോയിൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM ഓഫ് 9 and 12. സാധാരണ പോലെ രണ്ടുപേരും ചെറിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ ലിസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷനൊക്കെ വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക. പ്രൈം ഫാക്ടറൈസേഷൻ, ഡിവിഷൻ മെത്തേഡൊക്കെ. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എഴുതുക. അപ്പോൾ 9, 18, 27, 36 അങ്ങനെ പോകും. മൾട്ടിപ്പിൾസ് ഓഫ് 12 എഴുതുക. 12, 24, 36, 48, 60. അപ്പം രണ്ടുപേരുടെ കോമൺ മൾട്ടിപ്പിൾ എന്താ? 36 വരുന്നുണ്ട്, 72 വരുന്നുണ്ട്. അങ്ങനെ കുറേ മൾട്ടിപ്പിൾസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് ഏതാ? ഏറ്റവും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഈ രണ്ട് ട്രാഫിക് ലൈറ്റും ആദ്യം ഏറ്റവും ഫസ്റ്റ് കോമൺ മീറ്റിംഗ് പോയിൻ്റായിട്ട് ബ്ലിങ്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് 36ാമത്തെ സെക്കൻഡിലായിരിക്കും. പിന്നെ 72 സെക്കൻഡിലും ബാക്കി എവറി 30 സെക്കൻഡ്സ് കൂടുമ്പോൾ അവർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഫസ്റ്റ് കോമൺ മീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 36 സെക്കൻഡ്സ് ആയിരിക്കും. അതായത് ഏർലിയസ്റ്റ് കോമൺ ടൈം ഓഫ് റിപ്പിറ്റീഷൻ എന്ന് പറയുന്നത് 36 സെക്കൻഡ്സ് ആയിരിക്കും. അങ്ങനെ ഈവൻറ്റ്സ് കോയിൻസൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈവൻറ്റ്സ് ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മളെപ്പോഴും റിയൽ ലൈഫ് ആപ്ലിക്കേഷൻസിലൊക്കെ LCM ഉപയോഗിക്കുന്നത്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഈവൻറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണതുകൊണ്ട് നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മാത്രം മതി. താങ്ക് യു.